ഓക്കെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് ഫീമെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചർ ആയിരുന്നു? ഓരോരുത്തരോട് ചോദിക്കണോ അതോ കോമൺ ആയിട്ട് ചോദിച്ചാൽ മതി? എങ്ങനെയാ വേണ്ടേ? ഓരോരുത്തരോട് ചോദിച്ചു. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതാ? അഭിനവ് എന്ന് പറഞ്ഞു. ഓവറി അല്ലേ ചേച്ചി? കറക്റ്റ്, ഓവറി ആണ് ഫീമെയിൽ സെക്സ് ഓർഗൻ. അർജുനെ, ഫലോപ്പിയൻ ട്യൂബ്യൂളിന്റെ 3 പാർട്സ് ഏതൊക്കെയാ? ആംബിയോള, ഇൻഫെന്റിക്കുലം, ഇസ്തുമസ്. ഇത് 3ആണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്യൂളിന്റെ പാർട്സ് എന്ന് പറഞ്ഞത്. അഭിഷേകെ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഏത് പാർട്ടിൽ വെച്ചാ ഫലോപ്പിയൻ ട്യൂബ്യൂളിന്റെ? ആംബുലറി ഇസ്തമിക് ജംഗ്ഷനിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. കറക്റ്റ്. ഓക്കെ. പിന്നെ യൂട്രസിന്റെ ഷേപ്പ് എന്തായിരുന്നു അഭിനവേ? കോണിക്കലല്ലേ? കോണിക്കലിനേക്കാളും കുറച്ചും കൂടി സ്യൂട്ടബിൾ ഇൻവേർട്ടഡ് പിയർ. അത് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വാക്കാട്ടോ. ഇൻവേർട്ടഡ് പിയർ സ്ട്രക്ചറാണ്. ഓക്കെ. പിന്നെ 3 ലെയേഴ്സ് ഏതൊക്കെയാ യൂട്രസിന്റെ വാളിന്റെ? അഭിനവ് തന്നെ പറഞ്ഞു. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഗുഡ്. പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം ആണ് 3 ലെയേഴ്സ് ഓഫ് ദി യൂട്രസ്. അഭിഷേക്, ഏത് ലെയറിലാ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് വഴി കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നത് ഡെലിവറിയുടെ സമയത്ത്? എൻഡോമെട്രിയം. മസിലുള്ള ലെയർ ഏതാ? മസ്കുലാർ ലെയർ ഏതാ? മയോമെട്രിയം. മയോമെട്രിയം ആണ് മസ്കുലാർ ലെയർ. അപ്പൊ അവിടെ വെച്ചാണ് എന്തുണ്ടാവുന്നത്? കോൺട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. എൻഡോമെട്രിയം എന്താ? അത് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ സമയത്ത് ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന, അതായത് ഇംപ്ലാന്റേഷൻ ഒക്കെ സഹായിക്കുന്ന ഒരു ലെയർ. അതിന് കോൺട്രാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. മസ്കുലാർ ലെയറിലാണ് കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ. അർജുനെ, ഓക്കെ. അപ്പൊ ബർത്ത് കനാൽ എന്തായിരുന്നു? ഈ കൊച്ച് പുറത്തോട്ട് വരുന്ന അല്ലേ? അത് തന്നെ. അത് ഏത് 2 പാർട്സിനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാ ബർത്ത് കനാല്? വജീനയും ഓവറി ആണോ? വജേനയുടെ അടുത്ത് തന്നെ ഒരു പാർട്ട് ഏതാ? അടുത്ത് തന്നെയുള്ള ഒരു പാർട്ട് ഏതാ? വജീനയും പിന്നെ സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർത്ത് നോക്കിയ അറിയാം. പേര് കിട്ടാത്തായിരിക്കും കേട്ടോ. സെർവിക്സ്. സെർവിക്സും വജീനയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ബർത്ത് കനാൽ. അതുവഴിയാണ് ഡെലിവറിയുടെ സമയത്ത് ബേബി പുറത്തേക്ക് വരുന്നത്. അപ്പൊ സെർവിക്സും വജീനയും എന്തെങ്കിലും കോഡ് വെച്ച് സിവിയോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചോട്ടോ. സോ സെർവിക്സും വജീനയും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ബർത്ത് കനാൽ. പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റീലിയ. എക്സ്റ്റേണൽ ജെനിറ്റീലിയയുടെ ഒരു കവറിങ് ഉണ്ടായിരുന്നല്ലോ, ഒരു മെംബ്രെയിൻ. ഓർക്കുന്നുണ്ടോ ഏതാണ്? സെൽവിക്കൽ മെംബ്രെയിൻ. എക്സ്റ്റേണൽ ജെനിറ്റീലിയ, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റീലിയ. നമ്മൾ കുറച്ച് പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മോൺസ്, പിബസ്, ലാബിയ മജോറ, അതിന്റെ ഒക്കെ കൂടെ പറഞ്ഞൊരു പാർട്ടാ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് ദ വജൈന. അതൊരു മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് കോയിറ്റസിന്റെ സമയത്ത് അത് ടിയർ ആവും. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? പറയാവോ? കറക്റ്റ്. ഹൈമൻ ആയിരുന്നു മെംബ്രെയിനസ് സ്ട്രക്ചർ. യെസ്, ഹൈമൻ. പിന്നെ മാമറി ഗ്ലാൻഡിന്റെ കാര്യം പറഞ്ഞല്ലേ? മാമറി ഗ്ലാൻഡിന്റെ എന്താ മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് ഏതാ? മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ്. ഞാൻ അടുത്ത ആളോട് ചോദിക്കാന്ന് വിചാരിച്ചിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി ഓരോരുത്തരെ വിളിക്കാന്. അഭിനവേ പറയാവോ? ആൽവിയോളെ അല്ലേ ചേച്ചി?
കറക്റ്റ്, ആൽവിയോളൈ. പിന്നെ ആൽവിയോളെ സെൽസ് ആണോ? ആൽവിയോളയിലെ സെൽസ്, ആൽവിയോളയ്ക്കകത്ത് സെൽസ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. അതിനകത്ത് ആ സെൽസിന്റെ ഫങ്ഷനാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുക, മാമറി ഗ്ലാൻഡിൽ മിൽക്ക് സെക്രീറ്റ് ചെയ്യാന്നുള്ള ഫങ്ഷൻ. ആ ഓക്കെ ചേച്ചി. പിന്നെ ഓക്കെ ഓക്കെ അഭിഷേക്, മാമറി ഡക്റ്റ് ഇല്ലേ, മാമറി ഡക്റ്റ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഏത് സ്ട്രക്ചറാ ഫോം ചെയ്യുന്നത്? ലാക്ടിഫറസ് ഡക്ട്. ലാക്ടിഫറസ് ഡക്ട്. മാമറി ഡക്ട് എല്ലാം കൂടി ചേർന്ന് മാമറി ആംപിളെ ആവും. അത് പിന്നെ ലാക്ടിഫറസ് ഡക്റ്റ് ആയിട്ട് മാറും അല്ലേ? അപ്പൊ ആ ഓർഡർ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ, ഏത് ഓർഡറിലാണ് ഈ എന്താ മാമറി ഗ്ലാൻഡിലുള്ള പാർട്സ് മൂവ് ചെയ്യുന്നുള്ള കാര്യം, ഏത് ഓർഡറിലാന്നുള്ളത് അത് ഓർക്കുന്നുണ്ടോ? പറയണോ ഒന്നും കൂടെ? പറയണോ? കുഴപ്പമില്ല ചേച്ചി, ഓർക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആൽവിയോളൈ, മാമറി ലോബ്യൂള്, പിന്നെ അത് മാമറി ഡക്റ്റ് ആയിട്ട് മാറും. ഡക്റ്റ് എല്ലാം കൂടി ചേർന്ന് മാമറി ആംപുലെ ആവും. പിന്നെ അത് ഔട്ട് സൈഡിലേക്ക് ലാക്ടിഫറസ് ഡക്റ്റ് ആയിട്ടായിരുന്നു മാറുന്നത്. ആ പോർഷൻ ഫുള്ള് ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചേച്ചി ആ ബർത്തോളി ഗ്ലാൻഡ് ഇല്ലേ, അതൊന്ന് പറയാമോ? ബർത്തോളി ഗ്ലാൻഡ് അത് നമ്മളെ നോട്ടിൽ പറഞ്ഞിട്ടില്ലേ? നോട്ടിലുണ്ടല്ലേ? ആ കുഴപ്പമില്ല, അത് ഞാൻ നോക്കിയെടുത്തോളാം, കുഴപ്പമില്ല. അല്ല, പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബർട്ടോളിൻ ഗ്ലാൻഡ് എന്ന് വെച്ചാല് വജൈനയുടെ ലൂമൻ, അതായത് വജൈനയുടെ അകത്തുള്ള പോർഷനാണ് ലൂമൻ. അതിനകത്ത് മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. അതിനകത്താണ് ഈ പാപ്പിലയും ബർത്തോളിൻ ഗ്ലാൻഡും കാണുന്നത്. ഈ ബർത്തോളിൻ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ വജൈനയെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, അതിനുള്ള ഗ്ലാൻഡ് ആണ് ബർത്തോളിൻ ഗ്ലാൻഡ്. അത് കാണുന്നത് എവിടെയാ? വജൈനയുടെ അകത്ത്, വജൈനയുടെ ലൂമനിലാണ് ബർത്തോളിൻ ഗ്ലാൻഡ് കാണുന്നത്. നമ്മൾ നേരത്തെ ഒരു കൂപ്പേഴ്സ് ഗ്ലാൻഡ് പറഞ്ഞില്ലേ? കൗപ്പേഴ്സ് ഗ്ലാൻഡ് പോലെ കൂപ്പേഴ്സ് ബൾബോയൂരി എന്തോ കൗപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലേ? അതെ അതെ, അത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലായിരുന്നു. ബർത്തോളിൻ ഗ്ലാൻഡ് കാണുന്നത് വജൈന, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ലൂബ്രിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് ബർത്തോളിൻ ഗ്ലാൻഡ്. അത് കാണുന്നത് എവിടെയാ? വജൈനയുടെ ഉള്ളില് ലാബിയ മൈനോറയുടെ ഒക്കെ റീജിയനിലായിട്ട്. ലൂമനകത്തല്ലേ? ലൂമൻ സ്പേസ് ആണോ ചേച്ചി ലൂമൻ എന്ന് പറയുമ്പോ? ലൂമൻ എന്ന് വെച്ചാൽ അതൊരു നമുക്കൊരു ക്യാവിറ്റി എന്നൊക്കെ വേണേൽ പറയാം. ലൂമൻ എന്ന് പറയുന്നത് ഒരു പാർട്ട് അല്ല, ഒരു ഡക്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡിന്റെയോ ഒക്കെ ഏറ്റവും അകത്തുള്ള ഹോളോ പാർട്ടിനെ പറയുന്ന പേരാണ് ലൂമൻ. അപ്പൊ നമ്മുടെ വജൈനയുടെ സ്ട്രക്ചർ എന്താ? അകത്തൊരു ഹോളോ സ്ട്രക്ചർ അല്ലേ? അപ്പൊ അതിന്റെ അകത്തെ വശത്ത് കാണുന്ന ഒരു ഭാഗമാണ് ലൂമൻ. അപ്പൊ എന്ത് സ്ട്രക്ചർ ആണെങ്കിലും ഹോളോ പാർട്ടി നമ്മൾ ലൂമൻ എന്നാ പറയാ. അപ്പൊ അത് ആ ഒരു റീജിയനിൽ പറയുന്ന പേരാട്ടോ ലൂമൻ. ഓക്കെ അല്ലേ? ബർത്തോളിൻ ഗ്ലാൻഡും ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ റിവൈസ് ചെയ്യേണ്ടത് ഗ്യാമറ്റോജെനസിസും മെൻസ്ട്രുവൽ സൈക്കിളും. കുറച്ച് വലിയ ടോപ്പിക്കാ, എന്നാലും എന്താ നിങ്ങൾക്ക് എക്സാം വരുമ്പോ നമുക്കിനി ബയോടെക്നോളജിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാനില്ലേ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ നാളെ ഞാൻ അങ്ങനെയാണെങ്കിലേ നാളെ ഞാൻ ക്ലാസ് വെക്കട്ടെ 1 മണിക്കൂർ. അപ്പൊ നാളെ റിവിഷൻ ഇത് നോക്കണ്ട. അടുത്ത ക്ലാസ്സിലെ അടുത്ത ആഴ്ചത്തെ ക്ലാസ് അടുത്ത ഫ്രൈഡേയിൽ വേണം ഗ്യാമറ്റോജെനസിസും മെൻസ്ട്രുവൽ സൈക്കിളും കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ കേട്ടോ. നന്നായിട്ട് നോക്കണേ. അതുപോലെ അത് കുറയ്ക്കണോ? വെള്ളിയാഴ്ച അടുത്ത ഫ്രൈഡേ. ഓക്കെ, നാളെ ഇല്ല റിവിഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. സോ നമ്മള് ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നോക്കിയായിരുന്നോ?
ഓക്കെ, ഈ ഒരു ഡയഗ്രാം ഓർക്കുന്നുണ്ടോ എല്ലാവരും? ഞാൻ മാത്രമേ ഓ, ഉള്ളായിരുന്നു. ഇതെന്ന് പറയുന്നത് ആ ഓ ശരിയായിരുന്നു. അർജുനും അഭിനവും സോറി അഭിഷേക് നോക്കിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ. ആ ഓക്കെ, അപ്പൊ അത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കണം കേട്ടോ നോക്കിയിട്ട്. ആ സോ നമ്മള് സെക്സ് ഡിറ്റർമിനേഷന്റെ കാര്യം പറഞ്ഞു, മ്യൂട്ടേഷന്റെ കാര്യം പറഞ്ഞു, പിന്നെ ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ പെഡിഗ്രി അനാലിസിസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പെഡിഗ്രി അനാലിസിസ് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എന്താ, അതൊരു ഫാമിലി ട്രീ വരയ്ക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തെങ്കിലും അസുഖം ആ ഫാമിലിയിലുള്ളവർക്കുണ്ടെങ്കിൽ അത് ആർക്കൊക്കെ ഉണ്ട്, ഏതൊരു രീതിയിലാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു അനാലിസിസ് ആണ് പെഡിഗ്രി അനാലിസിസ്. അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ മെയിൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്ക്വയർ ആയിരിക്കും, ഫീമെയിൽ ആണെങ്കിൽ സർക്കിൾ ആയിരിക്കും. ഇപ്പൊ മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലാത്ത ഒരാളാണെങ്കിലോ ഒരു റോംബസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ തിരിച്ചു വെച്ച പോലത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും നമ്മൾ വരയ്ക്കുക. പിന്നെ ഇതിൽ തന്നെ അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് അസുഖം ബാധിച്ച ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിനെ ഷെയ്ഡ് ചെയ്ത് ഒരു ഡാർക്കർ ഷെയ്ഡിലായിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ, ഇവർ തമ്മിൽ മീറ്റിംഗ്, അതായത് ഇവർ കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അല്ല അതേസമയം എന്താ, ഇവര് എന്താ റിലേറ്റീവ്സ്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഡബിൾ ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് കൺസാങ്ഗീനിയസ് മീറ്റിംഗ്. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കെ. പിന്നെ ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രൻ എവിടെയായിരിക്കും? താഴെയായിരിക്കും, പേരൻസ് മുകളിലായിരിക്കും. ആൻഡ് ഈ പേരൻസ് തമ്മിലുള്ള ഒരു ലൈൻ അത് മീറ്റിംഗിന്റെ ലൈനാണ്. ആൻഡ് അതിൽ നിന്നുള്ള ഓഫ്സ്പ്രിങ്സ് ആണ് ഇത് കാണിച്ചിട്ടുള്ളത്, ഒരു ഫീമെയിലും ഒരു മെയിലും. പിന്നെ ഇനി ഇപ്പൊ ഒരാൾ അഫക്റ്റഡ് ആണെങ്കിലോ അതിനെ റെഡ് കളറിലായിരിക്കും കാണിക്കുന്നത്. ആൻഡ് ഇപ്പൊ നോർമലി അവർക്കിപ്പോ ഒരു 6 പിള്ളേരുണ്ട്, അതിൽ ഒരാൾ മാത്രമേ അഫക്റ്റഡ് ബാക്കി 5 പേരും അൺഅഫക്റ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനൊരു നമ്മൾ ആ സെക്സ് അൺസ്പെസിഫൈഡിന്റെ സിമ്പിൾ വരച്ചിട്ട് അതിനകത്ത് 5 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്താൽ 5 പേർക്ക് അസുഖമില്ല, 5 പേർ എങ്ങനെയാ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള ഓസ്പ്രിങ്സ് ആണെന്നാണ് അർത്ഥം. അത് ഇമ്പോർട്ടന്റ് ആട്ടോ, അതിടയ്ക്ക് വരയ്ക്കാനും ചോദിക്കാറുണ്ട്. ഈ ഫിഗർ തന്നിട്ട് ഏതാണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ഇപ്പം ഈ തന്നിരിക്കുന്ന ഫിഗർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും ഇടയ്ക്ക് 1-2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? നമുക്കിനി മെന്റേലിയൻ ഡിസോർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഈ മെന്റേലിയൻ ഡിസോർഡേഴ്സിൽ തന്നെ നമുക്ക് കുറച്ച് ഡിസീസസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ കാരണങ്ങൾ, അത് ഏത് ടൈപ്പ് ഓഫ് ഇഷ്യൂ കാരണം ഉണ്ടാവുന്നത്, ജനറ്റിക്കലി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ജനറ്റിക് ഡിസോർഡേഴ്സിൽ തന്നെയാണെങ്കിലും മെന്റേലിയൻ ഡിസോർഡേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്രോമസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏതെങ്കിലും സിംഗിൾ ജീൻ, അതായത് ഏതെങ്കിലും ഒരു ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ചേഞ്ചോ കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് പറയുന്ന പേരാണ് മെന്റേലിയൻ ഡിസോർഡേഴ്സ്. സോ ഏതെങ്കിലും ഒരു ജീനിനകത്തുണ്ടാകുന്ന ഒരു ഇഷ്യൂ, അത് കാരണം ഉണ്ടാകുന്ന അസുഖമാണ് മെന്റേലിയൻ ഡിസോർഡർ. അതെന്തായിരിക്കാം? ഒന്നല്ലെങ്കിൽ ഡോമിനന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിസസീവ് ആയിരിക്കാം. സോ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പം ജീൻസ്, ഏതെങ്കിലും ജീനിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ നമ്മൾ ടോൾനെസിന്റെ ജീൻ എടുക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ടോൾനെസിന്റെ ജീൻ എടുക്കുകയാണെങ്കിൽ ഏതാ? ക്യാപിറ്റൽ ടി ഉണ്ട്, അതിനോടൊപ്പം തന്നെ സ്മോൾ ടി ഉണ്ട്. ഇങ്ങനൊരു കണ്ടീഷൻ ഉള്ളതില് ഏതെങ്കിലും ഒന്നിന് ചേഞ്ച് ഉണ്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ കാരണമാണ് അസുഖം ഉണ്ടാവുന്നെങ്കിൽ അതിന് പറയുന്ന പേരാണ് മെന്റേലിയൻ ഡിസോർഡേഴ്സ്. സോ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്തായിരിക്കും? ക്രോമസോമൽ ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത ക്രോമസോംസിന് ഉണ്ടാകുന്ന ചേഞ്ച്, ജീൻസിനല്ല ക്രോമസോംസിന്. ഏതെങ്കിലും ഒരു ക്രോമസോം ആബ്സെന്റ് ആയി പോവുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്ട്രാ കോപ്പി വരികയോ അല്ലെങ്കിൽ എന്താ ആ ക്രോമസോമിന് എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ള ഡിസോർഡേഴ്സ്. ആൻഡ് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത് ജീൻസിലുള്ള ചേഞ്ച് കാരണം, ജീൻസിലുള്ള മ്യൂട്ടേഷനോ ആൾട്രേഷനോ ഒക്കെ കാരണം. അത് ഡോമിനന്റ് ആയിരിക്കാം അല്ലെങ്കിൽ റിസീവ് ആയിരിക്കും. കാരണം എന്താ, നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ജീൻസ് ഉണ്ട് അല്ലെ. അത് ഡോമിനന്റ് ജീൻസും ഉണ്ട്, റിസസീവ് ജീൻസും ഉണ്ട്. സോ ഇതിൽ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഒരു
ചേഞ്ച് ഉണ്ടാകുന്നത് ഡോമിനന്റ് ജീനിനാണെങ്കിൽ അതിന് പറയുന്നത് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും, ഡോമിനന്റ് മെന്റേലിയൻ ഡിസോർഡർ ആയിരിക്കും. അതേസമയം റിസസീവ് ആണെങ്കിൽ അതിനെ റിസസീവ് ആയിട്ടുള്ള ഒരു മെന്റേലിയൻ ഡിസോർഡർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്താ? ക്രോമസോമിന് ഒരു ഫുൾ ക്രോമസോമിന് ഉണ്ടാകുന്ന മാറ്റം, അതാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. മെന്റേലിയൻ ഡിസോർഡേഴ്സ് രണ്ടായിട്ട് തിരിക്കാം. ജനറ്റിക് ഡിസോർഡേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം. മെന്റേലിയൻ ഡിസോർഡറും ഉണ്ട്, ക്രോമസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്. ആൻഡ് മെന്റേലിയൻ ഡിസോർഡേഴ്സ് സിംഗിൾ ജീൻ ഓൾട്ടറേഷൻ വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ആൻഡ് അത് എങ്ങനെയാ? ട്രാൻസ്മിറ്റഡ് ടു ദ ഓഫ്സ്പ്രിങ്സ് ഓൺ ദ സെയിം ലൈൻസ് ആസ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നമ്മൾ ഇൻഹെറിറ്റൻസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ക്രോസ് ഒക്കെ വരച്ച്. അതുവഴി എങ്ങനെ ഈ അലീൽസ് ട്രാൻസ്മിറ്റ് ആവുന്നോ അതേപോലെ തന്നെയായിരിക്കും ഈ ഡിസീസും ട്രാൻസ്മിറ്റ് ആവുന്നത്. ആൻഡ് അതിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യാം. പെഡിഗ്രി അനാലിസിസ് വഴി മെന്റേലിയൻ ഡിസോർഡേഴ്സിനെ ട്രേസ് ചെയ്യാൻ പറ്റും. എങ്ങനെ അത് അടുത്ത ജനറേഷനിലേക്ക് സ്പ്രെഡ് ആവുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് കുറച്ച് മെന്റേലിയൻ ഡിസോർഡേഴ്സിന്റെ എക്സാമ്പിളാണ്. ഹീമോഫീലിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫീനൈൽ കെറ്റോന്യൂറിയ, താലസീമിയ. ഇതില് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഫീനൽ കെറ്റോന്യൂറിയ ആൻഡ് താലസീമിയ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഈ പെഡിഗ്രി അനാലിസിസ് വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അത് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു അസുഖമാണോ അല്ലെങ്കിൽ റിസസീവ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എന്തിനെ യൂസ് ചെയ്യാം? പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യാം. സോ ഈ തന്നിരിക്കുന്ന ഫിഗർ 5.14 എയും ബിയും എന്താ? അത് രണ്ട് ഡിസീസസിന്റെ പെഡിഗ്രി അനാലിസിസ് ആണ്. അതിൽ നോക്കിയാൽ നമുക്കറിയാം, ഈ ഫസ്റ്റ് ജനറേഷനിലെ പേരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സ് ഉണ്ടായി. അവരെത്രയാ? 4 ഓഫ്സ്പ്രിങ്സ് ഉണ്ട്. അതില് 2 പേര് അഫക്റ്റഡ് ആയിരുന്നു. സോ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് ആണെന്നാണ് അതിന് വഴി ഇവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഡോമിനന്റ് കണ്ടീഷൻ ഉണ്ടെങ്കിലാണ് അത് ഡിസീസ് ആയിട്ട് കോസ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളവർ എന്തായിരിക്കും? കാരിയർ ആയിരിക്കും. സോ കാരിയർ എന്ന് വെച്ചാൽ ഇപ്പൊ അസുഖം ഉള്ള ഒരു ജീൻ അവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ എന്താ, അവർക്ക് ആ അസുഖം ഇല്ല. അവർ ക്യാരിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കും. അവർക്ക് ജീന് അല്ലെങ്കിൽ അതിന്റെ അലീൽസ് അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിലും അവർക്ക് എന്തില്ല? ഡിസീസ് ഇല്ല. അവർ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് ക്യാരിയേഴ്സ് എന്ന് പറയാം. ഈ ക്യാരിയേഴ്സിന്റെ ഓസ്പ്രിങ്സിന് എന്തുണ്ടാവാം? അവർക്ക് ആ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടെ നോക്കിയാല് ഫസ്റ്റില് ഈ പേരന്റിന് എന്തുണ്ട്? ഈ ഡിസീസ് ഉണ്ട്. അതിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടായ ആൾക്കാർക്കും ഡിസീസസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ സെക്കൻഡ് ജനറേഷനിൽ നിന്ന് നോക്കിയാല് അവിടെ നിന്ന് എന്താ? അവിടെ നിന്ന് ഈ അസുഖമുള്ള ആൾക്കാർക്ക് മാത്രമേ അടുത്ത ജനറേഷനിൽ അസുഖം ഉണ്ടായിട്ടുള്ളൂ. ദാറ്റ് ഈസ് അതിൽ നിന്ന് ഡോമിനന്റ് ആയിട്ടുള്ള ജീൻ വന്നാൽ മാത്രമേ അവർക്ക് അസുഖം ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ എന്തുണ്ടാവുന്നില്ല? അസുഖം ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ള ചേഞ്ച് എന്താ? ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ 2 പേരൻസും ഹെൽത്തി ആയിരുന്നു, അതായത് അൺഅഫക്റ്റഡ് ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ ജനറേഷനിൽ വന്നപ്പോ 2 പേർക്ക് അസുഖം ഉണ്ട്. ഈ 2 റെഡ് കളർ ഉള്ളവർക്ക് അഫക്റ്റഡ് ആണ്. കാരണം എന്താ? ഇവരുടെ ഉള്ളിൽ ആ ജീന് അല്ലെങ്കിൽ അതിന്റെ അലീൽസ് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇവർക്ക് അത് എക്സ്പ്രസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം എന്താ? അവര് റിസസീവ് കണ്ടീഷനിലായിരുന്നു ഉള്ളത്. റിസസീവ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ആ അസുഖം എക്സ്പ്രസ് ആവുന്നത് റിസസീവ് കണ്ടീഷനിലായിരിക്കും. ഡോമിനന്റ് കണ്ടീഷൻ ആണെങ്കിൽ അവർക്ക് അസുഖം വരില്ല. സോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 അലീൽസ് കൊണ്ട് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ എന്താ? രണ്ടും ഡോമിനന്റ് കണ്ടീഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരും ഹെൽത്തി ആണ് വിചാരിക്കും. അതേസമയം തന്നെ ഇതിന്റെ ഒരു അലീല് ഉണ്ടെങ്കിലും അവരെന്തായിരിക്കും? ഒരു അലീൽ ഉണ്ടെങ്കിലും അവര് ഹെൽത്തി ആണെങ്കിൽ അവർക്ക് എന്താ? നോർമലി ഫങ്ഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ അവരെന്താ? ക്യാരിയേഴ്സ് ആയിരിക്കും. ഇവരിൽ നിന്നുണ്ടാവുന്ന അടുത്ത ജനറേഷൻ റിസസീവ് ആയി പോകുവാണെങ്കിൽ അവർക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താ? ഇവർക്ക് ഒരാൾക്ക് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ജീനും മറ്റൊരു ജീൻ റിസസീവ് ആയിട്ടുള്ളതും ആണെങ്കിലും എന്താ? അവർക്ക് ഒരു ഡോമിനന്റ് ജീൻ ഉള്ളത് കൊണ്ട് അവർക്ക് അസുഖം ഉണ്ടാവില്ല. അവരെന്തായിരിക്കും? ക്യാരിയേഴ്സ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ട്രേറ്റിന് എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ. അതൊരു റിസസീവ് ട്രേറ്റ് ആണ്, ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ്. ഓട്ടോസോംസും അലോസോംസും എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഹലോ, ഓട്ടോസോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ക്രോമസോമലായിട്ടോ? നമ്മുടെ ബോഡിയിൽ ഫുൾ എത്ര? ഹ്യൂമൻസിന് 23 പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ടല്ലേ. അതില് ഓട്ടോസോംസ് വെച്ചാല് നോർമലി ബാക്കി ഫംഗ്ഷൻ ഒക്കെ ചെയ്യുന്ന സൊമാറ്റിക് ആയിട്ടുള്ള ക്രോമസോംസിന് പറയുന്ന പേരാണ് ഓട്ടോസോംസ്. നമുക്കറിയാം ഹ്യൂമൻസിൽ എങ്ങനെയാ 23 പെയർ ഓഫ് ക്രോമസോംസ് ഉള്ളതില് 22 പെയറും ഓട്ടോസോംസ് ആണ്. ആൻഡ് ബാക്കിയുള്ള 1 പെയർ എന്താ? സെക്സ് ക്രോമസോം ആണ്.
അങ്ങനെ 1 പെയർ ഓഫ് സെക്സ് ക്രോമസോമിന് പറയുന്ന പേരാണ് അല്ലോസോംസ്. അല്ലോസോംസ് എന്ന് പറഞ്ഞാൽ സെക്സ് ക്രോമസോം, ഓട്ടോസോംസ് ബാക്കിയുള്ള നോർമൽ ക്രോമസോംസ് ആണ്. അപ്പോ ഈ ഡോമിനന്റ് ട്രേറ്റ് ഈ രണ്ട് അസുഖങ്ങളും മയോട്ടോണിക് ഡിസ്ട്രോഫിയും സിക്കിൾ സെൽ അനീമിയയും ബാധിക്കുന്നത് ആരെയാ? നോർമൽ ആയിട്ടുള്ള ഈ 22 പെയർ ഓഫ് ക്രോമസോംസിനെയാണ്. അത് ക്രോമസോമിൽ ഏതെങ്കിലും ഒന്നിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. സോ ഈ സെക്സ് ക്രോമസോമിനെ അഫക്ട് ചെയ്യുന്നത് നമ്മൾ എടുത്തു പറയും സെക്സ് ലിങ്ക്ഡ് റിസീവ് അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയും കേട്ടോ. ഓക്കെ ആണോ ഇത്രയും? ഓക്കെ. ഓക്കെ. സോ ഇനി നമുക്ക് ആദ്യത്തെ ഡിസീസ് നോക്കാം, കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ എന്ന് വെച്ചാൽ അത് കോസ് ചെയ്യുന്ന ആ ഒരു അലീൽ അല്ലെങ്കിൽ അതിന്റെ ജീൻ ഏതിലാ? എക്സ് ക്രോമസോമിലാണ് കാണുന്നത്. സോ അതുകൊണ്ടാണ് സെക്സ് ലിങ്ക്ഡ്, സെക്സ് ക്രോമസോം ലിങ്ക്ഡ് അല്ലെങ്കിൽ അല്ലോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു റിസസീവ് ഡിസോർഡർ ആണ് കളർ ബ്ലൈൻഡ്നെസ്. അത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കണ്ണില് 2 ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട് അല്ലെ? റോഡ് സെൽസും ഉണ്ട്, കോൺ സെൽസും ഉണ്ട്. അതിൽ കളറിനെ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് കോൺ സെൽസ്. സോ നമ്മുടെ കണ്ണിലെ റെഡും ഗ്രീനും കളേഴ്സിന് തിരിച്ചറിയാൻ പറ്റുന്ന റെഡ് ഓർ ഗ്രീൻ കോൺ സെൽസിന് എന്തെങ്കിലും ഡിഫക്റ്റ് അല്ലെങ്കിൽ അതിന് നോർമലി ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് കളർ ബ്ലൈൻഡ്നെസ്. അവർക്ക് റെഡ് കളറും ഗ്രീൻ കളറും ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കുന്നത് എക്സ് ക്രോമസോമിലുള്ള ചില മ്യൂട്ടേഷൻസ് കാരണം. മ്യൂട്ടേഷൻസ് ആർ ഒക്കർ ഇൻ ദ എക്സ് ക്രോമസോം. സോ അതുകൊണ്ടാണ് അത് സെക്സ് ലിങ്ക്ഡ് ആണെന്ന് പറയുന്നത്. എക്സ് ഓർ വൈ ക്രോമസോമിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സ് ആണ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സ്. അതിൽ തന്നെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത് എക്സ് ക്രോമസോമിലാണ്. ആ കാര്യം ഒന്ന് ഓർക്കണം കേട്ടോ. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത് എക്സ് ക്രോമസോമിലാണ്. അതുകൊണ്ട് തന്നെ എന്താ, ഈ മെയിലില് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ. ഫീമെയിലില് 2 എക്സ് ക്രോമസോംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പറഞ്ഞ എന്താ, ഇതൊരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ള ഡിസോർഡറാണ്. കാരണം മെയിലിൽ ഇത് കൂടുതൽ അഫക്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഫീമെയിലില് ഒരു എക്സ് ക്രോമസോമിലാണ് ഇതിന്റെ അസുഖത്തിനുള്ള ജീൻ ഉള്ളതെന്ന് വിചാരിച്ചോ. മറ്റേ എക്സ് ക്രോമസോം എന്താ, കംപ്ലീറ്റ്ലി നോർമല്. അങ്ങനെയുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവിടെ അസുഖം ഉണ്ടാവത്തില്ല. കാരണം ഒരു എക്സ് ക്രോമസോം നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതേസമയം മെയിലിൽ എങ്ങനെയാ, മെയിലിൽ എക്സും വൈയും കൂടിയാ. സോ അവിടെ എന്ത് പറ്റും, എക്സ് ക്രോമസോം ഒരെണ്ണേ ഉള്ളൂ. ഇതൊരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ക്രോമസോം ആണെങ്കിൽ ആ ഒരാളിന് എന്ത് സംഭവിക്കില്ല, റെഡും ഗ്രീനും കോൺസെൽസ് ഒന്നും നോർമലി ഡെവലപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതുകൊണ്ടാണ് മെയിൽസിൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലും ഫീമെയിൽസിൽ അതിനുള്ള ചാൻസ് കുറവാണ് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. സോ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഒരു അസുഖമുള്ള ഒരു മദർ, അതായത് ആ മദർ എങ്ങനെയായിരിക്കും, ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സോ നമ്മളിപ്പോ പറഞ്ഞതില് ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോം ഉണ്ട്. അതിൽ 2 അഫക്റ്റഡ് ആണെങ്കിൽ എന്താ, 2 അഫക്റ്റഡ് ആണെങ്കിൽ അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. അതേസമയം ഒരെണ്ണം അഫക്റ്റഡ് ആ, പക്ഷെ മറ്റേത് എന്താ, നോർമലി ഫങ്ഷൻ ആവുന്നെങ്കിൽ അവരെന്തായിരിക്കും, കാരിയർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആ അസുഖം ഉണ്ടാവില്ല, പക്ഷെ അവരിൽ നിന്നുണ്ടാവുന്ന അടുത്ത ജനറേഷൻ അസുഖം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാ. ആൻഡ് ഓൾസോ നമ്മളിപ്പോ പറഞ്ഞത് എക്സ് ക്രോമസോമിൽ ഒരെണ്ണം ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീമന് ഒരു മെയിൽ ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ്, അതായത് ഒരു സൺ ഉണ്ടാവുകയാണെങ്കിൽ എന്താ, ഒന്നല്ലെങ്കിൽ നല്ലൊരു ക്രോമസോം കിട്ടും, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം ആയിരിക്കും കിട്ടുക. കാരണം ഫീമെയിൽ എന്താ, ഹോമോഗ്യാമസ്, 2 എക്സ് ക്രോമസോം ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും എന്ത് ചെയ്യണം, മെയിൽ, അതായത് ഉണ്ടാവുന്ന ആൺകുഞ്ഞിന് കിട്ടണം. സോ അങ്ങനെ വരുന്ന സമയത്ത് 2 ചാൻസ് അല്ലേ ഉള്ളത്, ഒന്നല്ലെങ്കിൽ നന്നായിട്ടുള്ള അല്ലെങ്കിൽ നോർമലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു എക്സ് ക്രോമസോം കിട്ടാം, അല്ലെങ്കിൽ ആ ഒരു കളർ ബ്ലൈൻഡ്നെസിന്റെ ഇഷ്യൂ ഉള്ള ഒരു ക്രോമസോം ആയിരിക്കും കിട്ടുന്നത്. സോ അവിടെ എന്താ, 2 ചാൻസസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റി 50% ആയിരിക്കും. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50% ചാൻസ് ഓഫ് ബീങ് കളർ ബ്ലൈൻഡ്. കാരിയർ ആയിട്ടുള്ള ഒരു വീമന്റെ ഉണ്ടാവുന്ന ആൺകുഞ്ഞിന് 50% ചാൻസ് എന്തിനുണ്ട്, കളർ ബ്ലൈൻഡ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. 50% ചാൻസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോ ഒരു പെൺകുഞ്ഞാ ഉണ്ടാവുന്നത്, പക്ഷെ ആ
ഒരു വിമന് അല്ലെങ്കിൽ ഒരു ഫീമെയിലിന് ഈ ഒരു അസുഖം ഉണ്ടാവാനായിട്ടുള്ള എന്ത് കണ്ടീഷനാ വേണ്ടത്? അവിടെ മെയിലിൽ നിന്ന് മെയിലായിട്ടുള്ള ആളിൽ നിന്ന് ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും ഉണ്ട്, ഫീമെയിലിൽ 2 എക്സ് ക്രോമസോമും ഉണ്ട്. സോ ഉണ്ടാവുന്ന ഫീമെയിൽ ചൈൽഡ് കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ ഫാദർ കളർ ബ്ലൈൻഡ് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ എന്ത് വേണം? അതിൽ മദർ ഒന്നല്ലെങ്കിൽ ക്യാരിയർ ആയിരിക്കണം, അല്ലെങ്കിൽ മദറിന് ആ ഒരു അസുഖം ഉണ്ടായിരിക്കണം. സോ ക്യാരിയർ ആണെങ്കിലും അസുഖം ഉണ്ടെങ്കിലും എന്തുണ്ടാവാം? ഡോട്ടർ ഉണ്ടാവുന്ന ഫീമെയിൽ ചൈൽഡ് എന്താവാം? കളർ ബ്ലൈൻഡ് ആവാം. കാരണം ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഒരു എക്സ് ക്രോമസോം അല്ലേ അവിടെ ഡിഫക്റ്റീവ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ക്യാരിയർ ആയിട്ടുള്ള ചൈൽഡ് ആയിട്ട് മാറിയത്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞത് എന്താ? ആ ഒരു ചൈൽഡ് ഫീമെയിൽ ആയിട്ടുള്ള ചൈൽഡ് കളർ ബ്ലൈൻഡ് ആവണമെങ്കിൽ എന്ത് വേണം? ഫാദറിൽ നിന്നും കിട്ടുന്ന ക്രോമസോം എന്തായാലും എന്തായിരിക്കണം? ഡിഫക്റ്റീവ് ആയിരിക്കണം. അപ്പൊ എന്ത് വേണം? ഫാദർ ഒബ്വിയസ്ലി കളർ ബ്ലൈൻഡ് ആയിരിക്കണം. ആൻഡ് മദർ എന്തായിരിക്കണം? മദർ ഒന്നല്ലെങ്കിൽ കളർ ബ്ലൈൻഡ് ആവണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ജീനിന്റെ ക്യാരിയർ എങ്കിലും ആയിരിക്കണം. ആ ഒരു കണ്ടീഷനിൽ മാത്രമേ ഫീമെയിൽ അല്ലെങ്കിൽ ഡോട്ടർ ആയിട്ടുള്ള ഒരാള് കളർ ബ്ലൈൻഡ് ആവുകയുള്ളൂ. സോ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് മെയിലിൽ എന്താ കളർ ബ്ലൈൻഡ്നെസ് കൂടുതലാണ്, ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫീമെയിലിൽ അത് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ക്ലിയർ ആണോ കളർ ബ്ലൈൻഡ്നെസ്? ഓക്കെ, അപ്പൊ കളർ ബ്ലൈൻഡ്നെസ് ഏത് ജീനിലാ സോറി ഏത് ക്രോമസോമിലാ കാണുന്നത്? എക്സ് ക്രോമസോം. കറക്റ്റ്, എക്സ് ക്രോമസോമിലാണ് കളർ ബ്ലൈൻഡ്നെസ്സിനുള്ള ഡിഫക്റ്റീവ് ജീൻ കാണുന്നത്. ആൻഡ് അവർക്ക് റെഡും ഗ്രീനും കളറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് അടുത്തതാണ് ഹീമോഫീലിയ. ആൻഡ് ഈ ഹീമോഫീലിയക്ക് മറ്റൊരു പേര് കൂടെ പറയും റോയൽ ഡിസീസ്. റോയൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഹീമോഫീലിയ. സോ അതും എന്താ? അതൊരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ തന്നെയാണ്. അതായത് ഇതുപോലെ തന്നെ സെക്സ് ക്രോമസോമിലാണ് അതിന്റെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ കാണുന്നത്. ആൻഡ് ഈ ഹീമോഫീലിയ എന്ന് വെച്ചാല് ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് നടക്കാത്തൊരവസ്ഥയ്ക്കാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. സോ അതും ഒരു എന്താ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എങ്ങനെ? അൺഅഫക്റ്റഡ് കാരിയർ ഫീമെയിൽ ടു സം ഓഫ് ദ മെയിൽ പ്രോജനി. സോ ഇതിലും എന്താ മെയിൽ പ്രോജനിക്ക്, അതായത് മെയിൽ ആയിട്ടുള്ള ഒരാൾ ചൈൽഡിനാണ് ഈ ഒരു അസുഖം. കാരിയർ ആയിട്ടുള്ള ഒരു മദറിൽ നിന്നും മെയിൽ പ്രോജനിക്ക് ഇത് കിട്ടാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. ആൻഡ് ഓൾസോ സോ നമ്മുടെ ബ്ലഡിൽ എന്താ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കുറച്ച് പ്ലാസ്മ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട് അല്ലെ? സോ അങ്ങനെയുള്ള പ്രോട്ടീൻസ് ഇവരുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും ചെറിയൊരു മുറിവാണെങ്കിൽ തന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ അത് ക്ലോട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിച്ച് അവരുടെ ലൈഫ് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് ചെറിയ ചെറിയ കാരണങ്ങൾ വഴി ബ്ലീഡിങ് തുടങ്ങി മരണം വരെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഇതിന്റെ കാരിയർ എങ്ങനെയായിരിക്കും? ഹെറ്ററോസൈഗസ് ഫീമെയിൽ. സോ ഇപ്പൊ നമ്മളൊരു ഹീമോഫീലിയയുടെ അസുഖം ഉണ്ടാകുന്ന കണ്ടീഷൻ ഉള്ള ഒരാള് ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും ഉള്ള ഒരു ഫീമെയിൽ ആണെന്ന് വെച്ചോ. അങ്ങനെയുള്ള ഒരു ഫീമെയിലും ഒരു മിനിറ്റ്. ഓക്കെ, സോ ക്യാപിറ്റൽ എച്ചും സ്മോൾ എച്ചും അതായത് ഹെറ്ററോസൈഗസ് കണ്ടീഷനുള്ള ഫീമെയിൽ ആരായിരിക്കും? കാരിയർ ആയിരിക്കും. അവർക്ക് ആ ഒരു അസുഖം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് ആ അസുഖം ഉണ്ടാവുന്ന അലീൽസ് അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ അടുത്ത ജനറേഷൻ അവരിൽ നിന്നുണ്ടാവുന്ന ഓസ്പ്രിങ്സിന് എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഹീമോഫീലിയ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ നമ്മൾ നേരത്തെ കളർ ബ്ലൈൻഡ്നെസ്സിൽ പറഞ്ഞ കാര്യം തന്നെ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഫീമെയിൽസിൽ എങ്ങനെയാ 2 എക്സ് ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ എക്സ് ക്രോമസോംസിനെ തന്നെയാണ് ഈ ഹീമോഫീലിയയും അഫക്ട് ചെയ്യുന്നത്. അതും എന്താ? ഒരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് ആണ്. ആൻഡ് ഇത് അഫക്ട് ചെയ്യുന്നത് എക്സ് ക്രോമസോമിനെ തന്നെയാണ്. സോ ഫീമെയിൽസിൽ നോർമലി എന്താ? 2 എക്സ് ക്രോമസോം ഉണ്ട്, മെയിലിൽ 1 എക്സ് ക്രോമസോമേ ഉള്ളൂ. ആൻഡ് ഈ കാരിയർ ആയിട്ടുള്ള ഒരാള് അയാൾക്ക് ഒരു എക്സ് ക്രോമസോം എന്താ? നോർമൽ എക്സ് ക്രോമസോമും ഒരെണ്ണം ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോമും ആയിരിക്കും. ആൻഡ് ഫീമെയിൽ ഓഫ്സ്പ്രിങ് ഉണ്ടാവുന്ന സമയത്ത് 2 എക്സ് ക്രോമസോമും ഡിഫക്റ്റീവ് ആണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ ഒരു ചൈൽഡിന് അസുഖം ഉണ്ടാവുള്ളൂ, ഹീമോഫീലിയ ഉണ്ടാവുള്ളൂ. പക്ഷെ മെയിൽ ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അയാൾക്ക് 1 എക്സ് ക്രോമസോം അല്ലേ ഉള്ളൂ. സോ ആ ഒരു എക്സ് ക്രോമസോം ഡിഫക്റ്റീവ് ആണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കാം? അയാൾ അവിടെ അഫക്റ്റഡ് ആവും. അതായത് അയാൾക്ക് ആ അസുഖം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്.
സോ അതുകൊണ്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഹെട്രോസൈഗസ് ഫീമെയിൽ ഓർ ദ കാരിയർ ഓഫ് ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു ദ സൺസ്. ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു കാരിയറിനുണ്ടാവുന്ന മെയിൽ സൺസിനായിരിക്കും, മെയിൽ ആയിട്ടുള്ള ഓസ്പ്രിങ്സിനായിരിക്കും എന്തുണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതൽ, ഹീമോഫീലിയ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ആൻഡ് ഒരു ഫീമെയിൽ ചൈൽഡ് ഹീമോഫീലിയ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ചാൻസസ് ഉള്ളത്, അവിടെ മദറിന് ഒന്നല്ലെങ്കിൽ അഫക്റ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ കാരിയർ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഫാദർ എന്തായിരിക്കണം, ഹീമോഫീലിക് ആയിരിക്കണം. നമ്മൾ നേരത്തെ കളർ ബ്ലൈൻഡ്നെസിന്റെ സമയത്ത് ഇത് തന്നെയല്ലേ പറഞ്ഞത്, മെയിൽ അഫക്റ്റഡ് ആയിരിക്കണം, ഫീമെയിൽ അറ്റ്ലീസ്റ്റ് ഒരു കാരിയർ എങ്കിലും ആയിരിക്കണം. അഫക്റ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ കാരിയർ ആയിരിക്കും. അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ഫീമെയിൽ എങ്കിൽ മാത്രമേ ഉണ്ടാവുന്ന ഓസ്പ്രിങ്സിൽ ഫീമെയിൽ ചൈൽഡിന് ഈ ഒരു അസുഖം ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും സെയിം ആട്ടോ. ആ കാര്യങ്ങൾ ട്രാൻസ്മിഷന്റെ കാര്യങ്ങൾ സെയിം. കാരണം എന്താ, രണ്ടും സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ള സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്സ് ആണ് കളർ ബ്ലൈൻഡ്നെസ്സും ഹീമോഫീലിയും. അതുകൊണ്ടാണ് ഇതിന്റെ ട്രാൻസ്മിഷൻ എന്താ ഒരുപോലെ വരുന്നത്. ആൻഡ് ഇതിന് റോയൽ ഡിസീസിന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ക്യൂൻ വിക്ടോറിയയുടെ ഫാമിലിയിലുള്ള കുറെ ആൾക്കാർക്ക് ഈ ഒരു ഡിസീസ് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇത് ആ സമയത്ത് റോയൽ ഡിസീസ് അറിയപ്പെട്ടിരുന്നത്. ഹീമോഫീലിയ ക്ലിയർ ആണോ? ഓക്കെ. അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ. ഈ അരിവാൾ രോഗം എന്നൊക്കെ പറയില്ലേ, എന്ത് പറ്റും ഇതില്, നമ്മുടെ RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിന്റെ നോർമൽ കണ്ടീഷൻ എന്താ, ബൈക്കോൺക്ലേവ് ഷേപ്പ്. അതെ, ഈ ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലെ, ഒരു സർക്കിൾ ഷേപ്പ് ആയിരിക്കാൻ അത് രണ്ട് സൈഡിൽ നിന്നും അകത്തേക്ക് ഒരു ഡിപ്രഷൻ പോലെ ഒരു ബൈക്കോൺകേവ് ഷേപ്പാണ് നോർമലി നമ്മുടെ റെഡ് ബ്ലഡ് സെൽ RBCക്ക് ഉള്ളത്. പക്ഷേ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ആൾക്കാരുടെ RBC ഒരു ഷേപ്പ് മാറി ഒരു സിക്കിളിന്റെ പോലത്തെ ഒരു ഷേപ്പ്, അരിവാളിന്റെ പോലത്തെ ഒരു ഷേപ്പായിട്ട് മാറും. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡിസീസിന് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. This is an autosome-linked recessive trait that can be transmitted from parents to the offspring when both the partners are carriers for the genes. So, ഈ ഒരു അസുഖം ഉണ്ടാവാനായിട്ടുള്ള കണ്ടീഷൻ എന്താ, രണ്ട് പേരൻസിനും ഈ ഒരു അസുഖം ഒന്നല്ലേ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെന്താ ക്യാരിയേഴ്സ് ആയിരിക്കണം. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. സോ പേരൻസ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ, ഡിസീസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ക്യാരിയേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. ആൻഡ് അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു സിംഗിൾ പെയർ ഓഫ് അലീൽസ്, HBAയും HBSഉം ആണ് ഈ സിക്കിൾ സെൽ അനീമിയനെ കൺട്രോൾ ചെയ്യുന്ന അലീൽസ്. അതില് ഈ അസുഖം ഉണ്ടാവുന്നത് ആർക്ക് മാത്രമായിരിക്കും, HBSഉം HBSഉം എന്ന് പറഞ്ഞ രണ്ട് അലീൽസ്, ഡിസീസ്ഡ് ആയിട്ടുള്ള അലീലാണ് HBS. അത് ഒരുമിച്ച് വരുന്ന കണ്ടീഷനിലായിരിക്കും എന്ത് ഉണ്ടാവുന്നത്, സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. HBS ഒരുമിച്ച് വരുന്ന കണ്ടീഷനിലായിരിക്കും സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. ആൻഡ് ഇത് രണ്ടും ഒരുമിച്ച് വരിക, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷൻ HBAയും HBSഉം ഉള്ള ആൾക്കാർ എന്താ, അവർക്ക് അസുഖം ഉണ്ടാവില്ല, അവരെന്തായിരിക്കും, ക്യാരിയേഴ്സ് ആയിരിക്കും. ആൻഡ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ അസുഖം എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന്. ഈ നമ്മുടെ കോഡോൺസ്, നിങ്ങൾ കോഡോൺസിന്റെ കാര്യമൊക്കെ പഠിച്ചാണോ, അതോ അത് മറ്റേ നമുക്കിത് കഴിഞ്ഞു വരുന്ന ചാപ്റ്ററിലല്ലേ? ഇല്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. ആണല്ലേ, ഓക്കെ. അപ്പൊ നമ്മുടെ ജനറ്റിക്സ് ഇത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഇത് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ DNA എന്താ നമുക്കറിയാം, ATCG, അതായത് അഡിനിൻ, ത്വാമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അതുപോലുള്ള ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അവരിൽ നിന്ന് ആണ് കോഡിങ്, അവരിൽ നിന്ന് mRNA ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് DNA ന്യൂക്ലിയോസൈഡ്സും ഒക്കെയാണ്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഇതിനെന്ത് പറ്റും, നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ജീനില് GAG എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാവും, GAG CTC എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടാവും. അതിനെന്താന്ന് വെച്ചാല് നമ്മുടെ എന്താ DNA എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ അല്ലെ. ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ വരുന്ന സമയത്ത് ഇവിടെ എന്താ, ഇവിടെ ഓരോ സൈഡിലും ഓരോരോ ഇതുപോലെ ഈ ATGC ഓരോ ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഈ A വരുന്ന സമയത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഈ ഒരു ഭാഗത്ത് A വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് വരണം, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരേണ്ടത് T ആ. Aയും Tയും തമ്മിലായിരിക്കും എപ്പോഴും ഒരുമിച്ച് വരേണ്ടത്. ആൻഡ് C വന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് വരേണ്ട ആള് G ആണ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സോ Aയും Tയും തമ്മിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്, Cയും Gയും തമ്മിലൊരു ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് നോർമലി കാണേണ്ടത്. ആൻഡ് ആ ഒരു
ജീനിൽ നിന്ന് mRNA ഉണ്ടാവും. mRNA വഴിയാണ് പ്രോട്ടീൻസ് ഉണ്ടാവുക. സോ ഡയറക്റ്റ് DNA പ്രോട്ടീൻ ഉണ്ടാവില്ല. DNA mRNA ആയിട്ട് മാറും. mRNA എന്ന് വെച്ചാൽ മെസഞ്ചർ RNA. അങ്ങനെയായിട്ട് മാറിയിട്ട് അതിൽ നിന്നാണ് ബാക്കിയുള്ള സബ്സ്റ്റൻസ് ഒക്കെ പ്രൊഡ്യൂസ് ആയി വരുന്നത്. സോ ഇവിടെ കണ്ടോ, ഇവിടെ GAG ആയിരുന്നു. ജിയുടെ നേരെ ഏത് വരണം? C വരണം. ജിയുടെ നേരെ C വന്നു, എയുടെ നേരെ T വന്നു, ആൻഡ് ജിയുടെ നേരെ വീണ്ടും C വന്നു. അതിന് പിന്നെ mRNA ആവുന്ന സമയത്ത് ഈ ആദ്യത്തെ പോർഷൻ G തന്നെ നമുക്ക് mRNAയിലും കിട്ടി. ഈ ഒരു കോഡൺ വരുന്ന സമയത്ത് HbA പെപ്റ്റൈഡ്, അതായത് ഹീമോഗ്ലോബിൻ നമ്മുടെ RBCയിൽ ഉണ്ടാവുന്ന നോർമൽ ആയിട്ടുള്ള പെപ്റ്റൈഡിനകത്ത് ഗ്ലൂട്ടാമിക് ആസിഡ്, അതായത് GAG നിന്നുണ്ടാവുന്നതാണ് ഗ്ലൂട്ടാമിക് ആസിഡ്. നമുക്ക് പഠിക്കാനുണ്ട്, വാലിൻ ഉണ്ടാവുന്നതിന് ഒരു പ്രത്യേക കോഡുണ്ട്. ഈ ഓരോ പെപ്റ്റൈഡിലെ ഈ ഓരോ മോളിക്യൂളിനും എന്താ ഓരോ പ്രത്യേക ത്രീ ലെറ്റർ കോഡ് ഉണ്ട്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നല്ലേ ATGC, അതിൽ ഏതെങ്കിലും 3 ലെറ്റേഴ്സ് കൊണ്ടായിരിക്കും അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ mRNAയിൽ ഇപ്പൊ GAG ആണെങ്കിൽ എന്തായിരിക്കും കോഡ് ആവുന്നത്? ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരിക്കും കോഡ് ആവുന്നത്. സോ അങ്ങനെയാണ് പ്രോട്ടീൻ അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ. ഇത് നോർമൽ കണ്ടീഷനിലാട്ടോ. അതേസമയം ഒരു അസുഖമുള്ള ഒരാളുടെ ശരീരത്തിൽ എങ്ങനെയായിരിക്കും? അവിടെ GAGക്ക് പകരം GTC ആയിരിക്കും. ആൻഡ് ഈ GTCക്കകത്ത് നിന്ന് ഉണ്ടാവുന്നത് തൈമിനിൽ നിന്ന് യുറാസിലായിരിക്കും ഉണ്ടായിരുന്നത്. GUG ആയിരിക്കും ഫോം ചെയ്തത്. അതൊരു ഡിഫറൻസ് അല്ലെ? സോ അതുകൊണ്ട് തന്നെ ഇവിടെ mRNAയുടെ സ്ട്രക്ചർ മാറിയത് കൊണ്ട് തന്നെ അതിൽ നിന്നുണ്ടാവുന്ന പെപ്റ്റൈഡിനകത്ത് അമിനോ ആസിഡും എന്തായിരിക്കും? വേറെ ആയിരിക്കും. സോ പെപ്റ്റൈഡ് ഉണ്ടാക്കിയിരിക്കുന്ന അമിനോ ആസിഡ് കൊണ്ടാട്ടോ. ഈ ഗ്ലൂട്ടാമിക് ആസിഡും വാലിനും ഒക്കെ അമിനോ ആസിഡാണ്. സോ GAGയിൽ നിന്ന് ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാവേണ്ടതിന് പകരം അവിടെ GUGയിൽ നിന്ന് വാലിൻ എന്ന് പറയുന്ന ഒരു ആസിഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. ആ ഒരു വ്യത്യാസം കാരണമാണ് RBCയുടെ ഷേപ്പ് നോർമൽ ബൈക്കോൺകേവ് സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് എന്തായിട്ട് മാറും? സിക്കിൾ ഷേപ്ഡ് ആയിട്ട് മാറും. സോ അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഏത് പൊസിഷനിലാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതെന്ന് ഓർത്തിരിക്കണം. 6ാമത്തെ പൊസിഷനിൽ HbA പെപ്റ്റൈഡിന്റെ 6ാമത്തെ പൊസിഷനിലുള്ള ഗ്ലൂട്ടാമിക് ആസിഡിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് HbS പെപ്റ്റൈഡ്, അതായത് അഫക്റ്റഡ് പെപ്റ്റൈഡിൽ എന്തായിട്ട് മാറും? വാലൈൻ ആയിട്ട് മാറും. ആ കാര്യം ഓർക്കണം. ഏത് പൊസിഷൻ ആണെന്ന് ഓർക്കണം. ആര് മാറിയിട്ട് എന്താ അവിടെ പുതുതായിട്ട് വരുന്നതെന്ന് പറയണം. 6ാമത്തെ കോഡോണിൽ ചേഞ്ച് ഉണ്ടായി, ഗ്ലൂട്ടാമിക് ആസിഡ് മാറി വാലിൻ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Glutamic acid is substituted by valine at the 6th position of the beta globin chain. Beta globin chain എന്ന് വെച്ചാൽ നമ്മുടെ RBCക്കകത്ത് എന്തുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലെ? അതിന് ഹീമോഗ്ലോബിന് കുറച്ച് ചെയിൻ ലൈക്ക് സ്ട്രക്ചറാണ്. ചെയിൻ എന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ ഒക്കെ ഇങ്ങനെ കൊയാഗുലേറ്റഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും കാണുന്നത്. ആൻഡ് അതിൽ ഓരോ ചെയിൻ നമ്മൾ ഓരോ പേരും, ആൽഫ ചെയിൻ, ബീറ്റ ചെയിൻ അങ്ങനെയൊക്കെ പറയും. സോ അതില് ബീറ്റ ചെയിനിലാണ് ഈ ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത്. അപ്പൊ ഏതിനാ ചേഞ്ച് ഉണ്ടാവുന്നതെന്നുള്ള കാര്യം നോക്കണം. അത് ഉണ്ടാവുന്ന ഏത് കോഡോൺ കാരണമാണെന്ന് നോക്കണം. പൊസിഷൻ ഏതാന്നൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ആൻഡ് ഈ ഒരു അസുഖം വരുന്നവർക്കുള്ള പ്രശ്നം എന്താ? അവർക്ക് എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഹീമോഗ്ലോബിൻ എന്തിലാണ് കാണുന്നത്? RBCയിൽ. അപ്പൊ RBCയുടെ ബൈക്കോൺകേവ് ഷേപ്പ് ഒക്കെ എന്തിനാ? അത് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കുഴിഞ്ഞ ഭാഗം അതിനുള്ളത്. ആൻഡ് അത് സിക്കിൾ സെല്ലായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? സിക്കിൾ സെല്ലായിട്ട് മാറുമ്പോൾ അതിന്റെ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ അതിന് നോർമൽ ആയിട്ടുള്ള ഒരു ഓക്സിജന്റെ ലെവൽ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്സിജൻ ട്രാൻസ്ഫർ നോർമലി നടത്താൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് സിക്കിൾ സെൽ അനീമിയ. ഓക്കെ ആണോ അത്? ഓക്കെ. അടുത്തത് ഫീനൈൽ കെറ്റനൂറിയ. ഫീനൈൽ കെറ്റനൂറിയ എന്ന് വെച്ചാല് ഒരു ഇൻബോൺ ഇറർ ഓഫ് മെറ്റബോളിസം. അതായത് ഇവർക്ക് എന്താ ഉണ്ടാവുന്നത്? ഓട്ടോസോമൽ ആയിട്ടുള്ള ക്രോമസോംസിൽ ഒരു റിസസീവ് ആയിട്ടുള്ള ജീനിന് ഒരു ഡിഫക്റ്റ് വരും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഫീനൈൽ കെറ്റനൂറിയ. അതിനെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തില് ഫീനൈൽ അലാനൈൻ ഹൈഡ്രോക്സിലേസ് എന്ന് വെച്ചാൽ എൻസൈം അല്ലെ? സോ ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന് ഉണ്ടാക്കാനുള്ള ജീൻസ് ഈ ഫീനൈൽ കെറ്റനൂറിയ ഉള്ള ആൾക്കാരുടെ ഉള്ളിൽ ആബ്സെന്റ് ആയിരിക്കും. സോ ഈ ഫീനൈൽ കെറ്റനൂറിയ ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. ആൻഡ് അത് കോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഡിഫക്റ്റ് ഇൻ ദ ജീൻ ദാറ്റ് cause an absence of phenyl alanine hydroxylase. Phenyl alanine hydroxylase എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കാനുള്ള കഴിവ് ഇവർക്ക് ഇല്ലായിരിക്കും. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഫീനൈൽ അലനിൻ
അവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. പേര് തന്നെ ഉണ്ട്, ഫീനൈൽ കെറ്റനൂറിയ. ഫീനൈൽ അലനിൻ അവരുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ആയി അത് പിന്നെ ഫീനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. അങ്ങനെ വരുന്ന ഈ ഒരു സബ്സ്റ്റൻസ് അത് ബ്രെയിനിലും അങ്ങനെയൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അവർക്ക് മെന്റൽ റിട്ടാർഡേഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഇവർക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവും. കാരണം കിഡ്നിക്ക് ഇതിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഫീനൈൽ പൈറുവിക് ആസിഡിനെ കിഡ്നിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. ആൻഡ് അത് ബ്രെയിനിൽ അടിഞ്ഞുകൂടിയാൽ അല്ലെങ്കിൽ ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്ത് എന്ത് പറ്റും? മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. സോ ആ എൻസൈമിന്റെ പേരായിരുന്നു ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. അത് എന്താ ചെയ്യുന്നത്? ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ നോർമലി എന്താക്കി മാറ്റും? തൈറോസിൻ ആക്കി മാറ്റും. തൈറോസിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആക്കി മാറ്റും. പക്ഷേ ഫീനൈൽ കെറ്റനൂറിയ ഉള്ള ആൾക്കാർക്കുള്ള പ്രശ്നം എന്താ? അവരുടെ ബോഡിയിൽ ഈ ഒരു എൻസൈം ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ ഫീനൈൽ അലാനിനെ തൈറോസിനാക്കി മാറ്റാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഫീനൈൽ അലാനിൻ എന്തായിട്ട് മാറും? അത് ഫീനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഫീനൈൽ പൈറുവിക് ആസിഡ് ആയിട്ട് ഫീനൈൽ അലാനിൻ മാറും. ആൻഡ് ഈ ഫീനൈൽ പൈറുവിക് ആസിഡ് ആണ് ബ്രെയിനിലൊക്കെ അക്യുമുലേറ്റ് ആവുന്നത്. ആൻഡ് അത് മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ കാരണമാവുകയും ചെയ്യുന്നത്. ഇത് കോസ് ചെയ്യുന്നത് എന്തായിരുന്നു? ഓട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള ഒരു ട്രേറ്റ്. ഓട്ടോസോമൽ ആയിട്ടുള്ള ഒരു ക്രോമസോമിനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഇത്? പിന്നെ ഇതെന്താ? ഒരു റിസസീവ് ട്രേറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് പേരൻസിനും ഈ ഒരു അസുഖം ഉണ്ട്. ആൻഡ് ആ രണ്ട് പേരൻസിൽ നിന്നും അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ആ ഒരു അസുഖത്തിന്റെ ജീൻ ആ ഒരു കുട്ടിയിലേക്ക് കിട്ടിയാൽ മാത്രമേ ആ കുഞ്ഞിനും ആ ഒരു അസുഖം ഉണ്ടാവത്തുള്ളൂ. അതായത് രണ്ട് ഡിഫക്റ്റീവ് ജീനും കൂടെ ഒരുമിച്ച് വന്നാൽ, ഇപ്പൊ ഇതൊരു ഡിഫക്റ്റീവ് ജീൻ ആൻഡ് ഇതൊരു രണ്ടാമത്തെ ഡിഫക്റ്റീവ് ജീൻ, ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന കണ്ടീഷനിലായിരിക്കും എന്തുണ്ടാവുന്നത്? ഫീനൈൽ കെറ്റനൂറിയ ഉണ്ടാകുന്നത്. ഓക്കെ, സോ അടുത്ത ഡിസീസ് ആണ് താലസീമിയ. താലസീമിയ ഒരു ഓട്ടോസോം ലിങ്ക്ഡ് റിസസീവ് ഡിസീസ് തന്നെയാണ്. അത് എന്തിനെ അഫക്ട് ചെയ്യുന്നത്? ബ്ലഡിനെ അഫക്ട് ചെയ്യുന്നത്. സോ ഈ താലസീമിയ രണ്ട് ടൈപ്പ് ഉണ്ട്. ആൽഫ താലസീമിയ ഉണ്ട്, ബീറ്റ താലസീമിയ ഉണ്ട്. And it is transmitted from parents to the offspring when both the partners are unaffected carriers. രണ്ട് പേരും എന്താ? അവർക്ക് അസുഖമില്ല. താലസീമിയ പേരൻസിന് ഇല്ല, പക്ഷെ അവരെന്താ? ക്യാരിയേഴ്സ് ആണെങ്കിലായിരിക്കും ഓസ്പ്രിങ്ങിന് താലസീമിയ ഉണ്ടാവുന്നത്. ഇതൊന്നല്ലെങ്കിൽ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ജീനിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഡിലീഷൻ. ഡിലീഷൻ എന്ന് വെച്ചാൽ എന്താ? നോർമലി ഉണ്ടാവേണ്ട ഒരു ജീനിലെ ഏതെങ്കിലും ഭാഗം ആബ്സെന്റ് ആയി പോകുക, ഏതെങ്കിലും ഭാഗം മിക്സ് ആയി പോകുന്ന സമയത്താണ് നമ്മൾ അതിന് ഡിലീഷൻ ഒക്കോർ ചെയ്യുക എന്ന് പറയുന്നത്. സോ മ്യൂട്ടേഷനോ ഡിലീഷനോ കാരണമാണ് എന്ത് സംഭവിക്കും? ഈ ഗ്ലോബിൻ ചെയിൻ. ഗ്ലോബിൻ ചെയിൻ എന്ന് വെച്ചാൽ ബ്ലഡിൽ കാണുന്ന പ്രോട്ടീന്റെ ചെയിൻ. ബ്ലഡിൽ കാണുന്ന ഗ്ലോബിൻ ചെയിൻ എന്ന് വെച്ചാൽ പ്രോട്ടീൻ ചെയിൻ ആണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ആൽഫ ചെയിനും ഉണ്ട്, പിന്നെന്തുണ്ട്? ബീറ്റ ചെയിനും ഉണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു? സിക്കിൾ സെൽ അനീമിയയുടെ സമയത്ത് ഏത് ചെയിനാ ഒരു ഡിഫക്റ്റ് ഉണ്ടാവുന്നത്? ബീറ്റ ചെയിനായിരുന്നു അല്ലെ? അതുപോലെ തന്നെ താലസീമിയയിലെ രണ്ട് ടൈപ്പ് ഉണ്ട്. ആൽഫ താലസീമിയ ഉണ്ട്, ബീറ്റ താലസീമിയ ഉണ്ട്. ആൽഫ ഗ്ലോബിൻ ചെയിനിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണെങ്കിൽ അതിന് ആൽഫ താലസീമിയ എന്നും, ബീറ്റ ചെയിൻ അഫക്ട് ചെയ്യുകയാണെങ്കിൽ ബീറ്റ താലസീമിയ എന്നും പറയും. ആൻഡ് അത് ഉണ്ടാക്കുന്ന ജീൻസിന്റെ പേരാണ് HbA1 HbA2. HbA1 and HbA2 ആണ് ആൽഫ താലസീമിയ കോസ് ചെയ്യുന്ന ജീൻസ്. അത് കാണുന്നത് ക്രോമോസോം 16-ലായിരിക്കും. സോ നമ്മൾ പറഞ്ഞു എത്ര പെയർ ഓഫ് ഓട്ടോസോംസ് ഉണ്ട്? 22 pairs ഓഫ് ഓട്ടോസോംസ് ഉണ്ട്. ആൻഡ് അതില് 16ാമത്തെ ക്രോമസോമില് കാണുന്ന HbA1 HbA2 പറയുന്ന ജീൻസിൽ ഉണ്ടാകുന്ന ഒരു ഓൾട്ടറേഷൻ അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ കാരണമാണ് ആൽഫ താലസീമിയ ഉണ്ടാകുന്നത്. പിന്നെ ബീറ്റ താലസീമിയോ? ബീറ്റ താലസീമിയ അഫക്റ്റ് ആവുന്നത് ക്രോമസോം 11-ലുള്ള HBB എന്ന് പറയുന്ന ഒരു ജീൻ കാരണം. സോ ക്രോമസോം 11-ൽ കാണുന്ന HBB എന്ന് പറയുന്ന ജീനിൽ അഫക്റ്റ് ചെയ്യുന്നത് വഴിയാണ് ബീറ്റ താലസീമിയ ഉണ്ടാവുന്നത്. പിന്നെ താലസീമിയയും സിക്കിൾ സെൽ അനീമിയയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല്, താലസീമിയ എന്ന് വെച്ചാല് ഗ്ലോബിൻ മോളിക്യൂൾസ് ഉണ്ടാവുന്നത് കുറവായിരിക്കും.
പക്ഷെ സിക്കിൾ സെൽ അനീമിയയിൽ എന്താ ഉണ്ടാവുന്ന ഗ്ലോബിൻ മോളിക്യൂൾസിന് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. സോ താലിസീമിയയിൽ ഉണ്ടാവുന്ന ഗ്ലോബിൻ മോളിക്യൂൾസ് കുറവായതുകൊണ്ടാണ് ആ ഒരു അസുഖം ഉണ്ടാവുന്നത്. അതേസമയം സിക്കിൾ സെൽ അനീമിയയിൽ എന്താ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് ഉണ്ടാവുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്ലോബിൻ അല്ല, ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ഉള്ള ഒരു ഗ്ലോബിൻ ചെയിൻ ആയിരിക്കും സിക്കിൾ സെൽ അനീമിയയിൽ ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ ഇത്? ഓക്കെ, അപ്പോ ആൽഫ താലിസീമിയ ഉണ്ടാവുന്നത് 16th ക്രോമസോമിലുള്ള HbA1 HbA2 പറയുന്ന ജീൻസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് കാരണമാണ്. ആൻഡ് ക്രോമസോം 11ലുള്ള HBB എന്ന് പറയുന്ന ഒരു ജീനിലുള്ള അഫക്ട് ചെയ്യുന്നത് ഏതാ? ബീറ്റ താലസീമിയ. ഓക്കെ അല്ലേ ഇത്രയും? ഇനി നമുക്ക് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഒരു 3 കൂടെ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് വേണം, ക്രോമസോമൽ ഡിസോർഡേഴ്സ് എടുത്തുനിന്ന് തീർക്കണോ അതോ ബയോടെക്നോളജി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കണോ? ബയോടെക്നോളജി സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതൊരു കുറച്ച് പോർഷനേ ഉള്ളൂ, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡൗൺ സിൻഡ്രോം ഒക്കെ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഈ ഒരു കാര്യം കൂടെ നമുക്ക് പഠിച്ചാൽ മതി. അപ്പൊ ബയോടെക്നോളജി സ്റ്റാർട്ട് ചെയ്യാം. Okay. So biotechnology. So firstly അവർ പറഞ്ഞിട്ടുള്ളത് ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ ആണ്. നമ്മൾ നേരത്തെ മൈക്രോബയോളജിയുടെ ചാപ്റ്റർ ഒക്കെ പഠിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു അല്ലെ. എന്ത് യൂസ് ചെയ്യും? മൈക്രോബ്സിനെ യൂസ് ചെയ്ത്